ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോ പാട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത്. പാട്ട് അവിടെ തന്നെയുണ്ട്. പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം. അപ്പൊ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കും എന്തായാലും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ്. ഞാൻ എന്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇതെന്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്നുറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ വീണ്ടും 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 ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനേട്ടാ. അപ്പൊ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെന്റെ ജോലിയാണ്, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.